ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. അങ്ങനെ 2024 ഓണവും കടന്നു പോയിരിക്കുകയാണ്. ഇതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ പൂക്കളം. അത്യാവശ്യം വലിയ പൂക്കളമായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഇട്ടതായിരുന്നേ. അങ്ങനെ രാവിലെ ഒരു 6:45 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് താഴെ വന്നു. ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് അമ്മ ഏകദേശം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിയാറായി, സാമ്പാറും ഉണ്ടാക്കി കഴിയാറായി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ചായ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ചായയൊക്കെ വെച്ച് ചായയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചായ കൊടുക്കുന്ന കുറച്ച് സീനാണ് കേട്ടോ. മധുരം ഉള്ളത് വേറെ, മധുരം ഇല്ലാത്തത് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ചായയൊക്കെ ഇട്ട് നമ്മൾ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അമ്മ സാമ്പാറെല്ലാം ഏകദേശം റെഡിയാക്കി. ഇഡ്ഡലിയും ഒരു സെറ്റ് ഉണ്ടാക്കി അടുത്തത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. തലേദിവസം രാത്രി തന്നെ ഞാൻ സാമ്പാറിനെല്ലാം അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്തായിരുന്നു. സാമ്പാറിനും തോരന് കുറച്ച് പയർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ ഉള്ള പയർ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു. ബാക്കി അച്ഛൻ രാവിലെ ചെങ്ങന്നൂർ ചന്തയിൽ പോയി അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് രാവിലെ ബാക്കിയുള്ള പയറോട് അരിയാണ്. തലേദിവസം കുറച്ച് അരിഞ്ഞ് വെച്ചു, ബാക്കിയുള്ളത് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിയലിനും എല്ലാം ഞാൻ തലേദിവസമേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് മതി, കാരണം ഓണത്തിന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഞാനും ചേട്ടനോട് എൻ്റെ വീട്ടിലേക്ക് പോകില്ല, അതുകൊണ്ട് തന്നെ കുറച്ചേ എല്ലാം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. നമുക്കിവിടെ ഞാൻ എല്ലാ വർഷവും പറയും, നമുക്കിവിടെ ഓണത്തിനേക്കാളും കൂടുതലായിട്ട് ഉത്രട്ടാതി എന്നാണ് തിരക്ക്, ബഹളവും സദ്യയെല്ലാം ഗ്രാൻഡായിട്ടുള്ളത്. അങ്ങനെ പയറല്ലല്ലോ, പാവയ്ക്ക മെഴുക്കോ ഇട്ടാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അത്യാവശ്യം ഞാനപ്പം എൻ്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട്, യേച്ചുവേ വാ, സമയം ഒത്തിരി ആവുന്ന. ഞാൻ ഒരു സമയം മീൻസ് ഒരു 8 മണിയൊക്കെ ആകാറായി. അപ്പോഴത്തേക്കും അത്തപ്പൂ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അവിടെ കിടന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല പനി ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാക്കുന്നത് മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് അമ്മയുടെ കയ്യിലോട്ട് എത്തിച്ച് അമ്മ അങ്ങ് കുക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഏകദേശം എല്ലാം അരിഞ്ഞു കൊടുത്തു. അമ്മ പിന്നെ ഭയങ്കര ഫാസ്റ്റാട്ടോ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ പൂവൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചു. ആദ്യക്കൂട്ടിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ക്യാമറയൊക്കെ ഒന്ന് കുലുക്കി തന്നു പുള്ളി. അങ്ങനെ സോർട്ട് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം സോർട്ട് ചെയ്ത് ഞാൻ തിണ്ണയ്ക്ക് കൊണ്ട് വെച്ച് കൊടുത്തു. പിന്നെ പുള്ളി അച്ഛനും മോനും കൂടി ഇരുന്ന് ഭയങ്കര കാര്യമായിട്ടുള്ള സോർട്ടിങ്ങും അതെല്ലാം എതിളുകൾ പറിക്കുകയും ഭയങ്കരമായിരുന്നു കേട്ടോ. നല്ല കാര്യമായിട്ട് തന്നെ ചെയ്തു കേട്ടോ. നമുക്ക് കൂടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, നല്ല നീറ്റായിട്ട് ചെയ്തു. ആദ്യക്കൂട്ടിനാണെങ്കിലും ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. ആദ്യം അല്ലെങ്കിലും അങ്ങനെ മോശമൊന്നും ആക്കത്തില്ല, പൂക്കളമൊക്കെ ഇട്ടാലും. ഇത്രയും കൊല്ലമായിട്ടും ആദ്യം അങ്ങനെ അലമ്പത്തൊന്നുമില്ല. നമ്മൾ അലമ്പാൻ അവൻ അവസരം കൊടുത്ത് ഇനി അലമ്പിക്കോ എന്ന് പറഞ്ഞാലേ അവൻ അലമ്പത്തുള്ളൂ കേട്ടോ. രാവിലെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ നിൽക്കുകയാണ്. അച്ഛനും മോനും പൂവൊക്കെ എറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എണീറ്റ് പോയപ്പോൾ കുഞ്ഞ് തന്നെ പൂവൊക്കെ എറുത്തു കേട്ടോ. വലിയ ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ കണ്ട തന്നെ ഇന്ന് പൂവ് ഇറുക്കുകയാണ്. ഞാൻ എടുത്തോളാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇടുക കേട്ടോ. നല്ല നീറ്റായിട്ടായിട്ടോ ഇട്ടേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാം പൂവൊക്കെ ഇരുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ ചേട്ടൻ വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരോടാണ് കാര്യമായിട്ട് പൂക്കളാക്കി ഇട്ടത്. അത്യാവശ്യം വലിയ പൂക്കളം കേട്ടോ. നമ്മളെപ്പോഴും പൂ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൂവ് കാണുമല്ലോ, അത് തീർക്കാൻ വേണ്ടിയായിരിക്കും പിന്നെ പൂക്കളം ഇടുന്നത്. അങ്ങനെ ഏകദേശം അത്യാവശ്യം വലിയ വലിപ്പത്തിൽ തന്നെ പൂക്കളം ഉണ്ടായി. പക്ഷെ നമുക്ക് നടുക്ക് വെക്കാൻ വലിയ പൂ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വിളക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ ഫൈനൽ ഒരു ലുക്കാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ. വട്ടത്തിന് കുറച്ചൊരു പ്രശ്നമുണ്ട്, എന്നാലും കാര്യമാക്കണ്ട കേട്ടോ. ചെറിയ വട്ടത്തിന് എവിടേക്കും ഒരു ഒടിവും ഒരു വളവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പോയി ഒരുങ്ങി റെഡിയായി വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുളിച്ചായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഒരുങ്ങി റെഡിയായിട്ടൊക്കെ വന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സദ്യയൊക്കെ ഏകദേശം ഒരു 12 മണി ആയപ്പോഴത്തേക്ക് അമ്മ സദ്യ എല്ലാം വെച്ച് റെഡിയായി. അമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഒരു മണിക്കൂറോളം നമ്മൾ ഫോട്ടോഷൂട്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ആദ്യം ഒറ്റയ്ക്കുള്ള ഫോട്ടോ, ആദ്യം അപ്പൂപ്പനും കൂടെ ഉള്ള ഫോട്ടോ, ആദ്യം അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉള്ള ഫോട്ടോ, അമ്മൂമ്മയും ആദ്യം. അങ്ങനെ പറയേണ്ട ഒരു ലോഡ് ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ ആദ്യക്കാണെങ്കിൽ ഇതാട്ടോ ആദ്യയുടെ ഓണക്കോടി. നമ്മൾ ആദ്യയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓണത്തിന് ഇടാൻ വേണ്ടി എടുത്ത മുണ്ടും ഷർട്ടുമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കുന്ന മുണ്ടാണ്. ഇത് കര ഒരു സൈഡിലോട്ടേ ഉള്ളൂ. ആ കര വരുമ്പം ഇങ്ങനെ ഉടുക്കേണ്ട വരുന്നു.
നമ്മൾ സാധാരണ ഇങ്ങനെയല്ല മുണ്ട് ഉടുക്കുന്നത്. അച്ഛൻ ഇപ്പോൾ ഉടുത്തേക്കുന്നത് കണ്ടില്ലേ, അതുപോലെയാണ് നമ്മൾ മുണ്ട് ഉടുക്കുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യാനാ, ഒട്ടിക്കുന്ന മുണ്ടുമാണ്, ഒരു സൈഡിലോട്ടേ കരയുള്ളൂ, നമുക്ക് ഇങ്ങനെ ഉടുക്കാനേ മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഉടുത്ത് വെച്ചത് കേട്ടോ. പക്ഷേ അതൊരു നമ്മളങ്ങനെ ഉടുക്കാറില്ല. അങ്ങനെ ആദിയുടെ പല സൈസിലുള്ള ഫോട്ടോ ഇട്ട് ആദ്യം അത്തപ്പൂക്കളം ഇടുന്നതായിട്ടും ഒക്കെയുള്ള ഫോട്ടോസിന് ഓരോ പോസിങ് ആണ്. ഞാനപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സമയത്തൊക്കെ ആദ്യം നല്ല മൂഡാട്ടോ. ആദ്യം ഇങ്ങനെ ഉള്ള സമയങ്ങളൊന്നും കുളവാക്കാറില്ല പൊതുവേ. നന്നായിട്ട് കുഞ്ഞിലെ മുതലാണല്ലോ അവനങ്ങനെ കരഞ്ഞ് കുളവാക്കത്തില്ല. അവനെ കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. അങ്ങനത്തെ അടുത്ത സെറ്റ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പൂപ്പനും കൊച്ചുമോനും അമ്മുമ്മയും ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ആദ്യം JCB ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ എക്സ്കവേറ്റർ, ആദ്യത്തെ എക്സ്കവേറ്റർ കേട്ടോ, എക്സ്കവേറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അതൊക്കെ പൂക്കളൊക്കെ തോണ്ടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വിലക്കി. പിന്നെ വീണ്ടും അമ്മുമ്മ അപ്പനും ഉള്ളതുകൊണ്ട് ഒന്നും നമുക്ക് പറയാനും ഒക്കത്തില്ല, അത് ശരിക്കും ആദ്യം മുതലെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പതുക്കെ വിശന്നൊക്കെ തുടങ്ങി കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു മതി നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും ആദിക്കുട്ടനും ചേട്ടനും ഒക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കൂടെ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കൊരു 12:30 1 മണിയൊക്കെ ആകാറായിട്ടോ. പിന്നെ പതുക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടങ്ങിയ നല്ല ഗ്രാൻഡായിട്ടുള്ള ഓണസദ്യ ആയിരുന്നു കേട്ടോ ഈ വട്ടത്തെ. എല്ലാ വട്ടം അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുകയല്ലേ സദ്യ. അങ്ങനെ എല്ലാം അടങ്ങുന്ന, പിന്നെ പാലട പ്രഥമനായിരുന്നു കേട്ടോ. പാലട പായസമായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ വീഡിയോ. എൻ്റെ വീട്ടിൽ ഇവിടെയും പാലട തന്നെ ആയിരുന്നു. അങ്ങനെ കഴിച്ചു, നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം വൈകിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആദിക്കുട്ടനും കണ്ണൻ ചേട്ടനും കൂടെ എൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. അങ്ങനെ എല്ലാവരും ആദ്യക്കൊണ്ട് ഇപ്പോഴാണ് കാണുന്നേ വന്നിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ആദ്യമേ കോരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ എല്ലാവരും ആദ്യമോട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം ഞാൻ പോയി അച്ചപ്പവും ഉപ്പേരിയും മുറുക്കും ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ്. കളിയോടൊക്കെ സഹിതം എല്ലാം അച്ഛനും അമ്മയും എല്ലാ വട്ടവും ഉണ്ടാക്കും. ഇവിടെ കണ്ണൻചേട്ടൻ്റെ വീട്ടിൽ ഉപ്പേരിയും പിന്നെ നമ്മുടെ ശർക്കര വരട്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അച്ചപ്പം മുറുക്കും ഉപ്പേരിയും കളിയോടൊക്കെ എല്ലാം ഉണ്ടാക്കി അമ്മ. അങ്ങനെ ആദ്യക്കുട്ടന് ഓണക്കോടി കൊടുക്കുവാണ് അമ്മുമ്മ. ആദ്യക്കുട്ടൻ നോക്കുവാണ് എന്താന്ന്. അപ്പോഴാണ് മനസ്സിലായത് തുണി ആയതുകൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യമില്ല. വല്ല കളിപ്പാട്ടം വല്ലതും ആയിരുന്നെങ്കിൽ അപ്പോഴേ പൊക്കിയെടുത്തേനെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സന്തോഷമായി, ആ നിറമൊക്കെ ഇഷ്ടപ്പെട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ അമ്മുമ്മയോട്. അങ്ങനെ നല്ല അടിപൊളി ഒരു ജോഡി ഡ്രസ്സാണ് കേട്ടോ. ഇതിട്ടുകൊണ്ട് ഇനി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ ഒരു ഷർട്ടും ഒരു കുർത്തിയും ഒരു മുണ്ടുമാണ് അമ്മമ്മ ഗിഫ്റ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആദിക്കുട്ടിനെ ഇടിയിപ്പിച്ചു, ഒത്തിട്ടാതിൽ അന്ന് ഇടിയിപ്പിച്ചായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആദിക്കുട്ടിൻ്റെ ഓണക്കോടിയെല്ലാം ആദിക്കുട്ടിനെ ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞില്ലേ ആദിക്കുട്ടിന് കളിപ്പാട്ടങ്ങളോടാണ് ഇഷ്ടം. ആദിക്കുട്ടിന് എന്തോ ഒരു സാധനമായിട്ട് അപ്പുറത്തോട്ട് പോയി. പിന്നെ അടുത്ത അമ്മയുടെ അമ്മയുടെ തിരുവാതിരയുടെ കോസ്റ്റ്യൂം കാണിക്കുകയാണ്. അമ്മയ്ക്ക് ഒക്ടോബർ 2 തിരുവാതിരയുണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം എന്നെ കാണിക്കുകയാണ്. നല്ല അടിപൊളി ഒരു സെറ്റ് സാരി, നല്ലൊരു ബ്ലൗസിൻ്റെ പീസും ഒക്കെ ആയിട്ട്. അതമ്മ ഇങ്ങനെ അന്നും നേരത്തെ മുതലേ ഫോണിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിരിക്കും എല്ലാവരും ഒരുപോലൊക്കെ നിന്ന് കളിക്കുമ്പോഴൊക്കെ. പിന്നെ ഇത് കണ്ണൻ ചേട്ടനുള്ള ഓണക്കോടിയാട്ടോ. നല്ല അടിപൊളി ഷർട്ടും മുണ്ടുമാണ് അമ്മ ഗിഫ്റ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടിട്ട്. ഇതേപോലത്തെ പാറ്റേൺ അത് ചെറിയ വ്യത്യാസമുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു ചേട്ടനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷർട്ടും ഒരു മുണ്ടുമാണ്. കണ്ണൻ ചേട്ടൻ ഭയങ്കര സന്തോഷമായി കേട്ടോ. കണ്ണൻ ചേട്ടൻ്റെ ആദ്യത്തെ ഓണക്കോടിയാണ് ഈ വർഷത്തെ. അങ്ങനെ കഴിഞ്ഞില്ലേ ഇതുവരെ? കണ്ടോളൂ, വിശാലമായിട്ട് കണ്ടോളൂ. നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു മുണ്ടുകട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച കേട്ടോ. ആദിയുടെ ഷർട്ടും മുണ്ടും എടുത്തെടുത്തു നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് അമ്മ തന്നെ വാങ്ങിച്ച ഓണക്കോടിയാണ് കേട്ടോ. തുളസിയിലയും തുളസിപ്പൂവും ഒക്കെ ആയിട്ട്
അങ്ങനെ അടുത്ത തുണി എനിക്ക് വരട്ടെ. ഇത് സാരി എനിക്ക് തോന്നുന്നു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാന്ന് തോന്നുന്നു ഓണത്തിന്. നല്ലൊരു യെല്ലോ, ഒരു ഓറഞ്ച് ഗ്രീൻ ഒരു കോമ്പിനേഷനിലുള്ള നല്ലൊരു സാരിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. പിന്നെ ഫുഡ് കഴിച്ചിട്ടാട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദാ ഇവിടെ ചോറും സദ്യയൊക്കെ തന്നെയാണ്, ഓണത്തിൻ്റെ സദ്യയൊക്കെ തന്നെയാണ്. ഇവിടെയും പാലടയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, കഥയൊക്കെ പറഞ്ഞിരുന്നു വിശാലമായിട്ട്. ആദ്യക്കുട്ടന് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്മ വായിക്കകത്തോട്ട് ഉരുട്ടി വെച്ച് കൊടുത്ത് എന്തോ ഭാഗ്യത്തിന് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം തിരുവോണത്തിൻ്റെ ദിവസം ഇവിടെ കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം അവിട്ടമാണ്. അവിട്ടത്തിൻ്റെ അന്ന് നമ്മൾ അമ്മയുടെ വീട്ടിലാട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു ഓണമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.